നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിവിധ ഇനത്തിൽപ്പെട്ട സ്പീക്കറുകളെ കുറിച്ചാണ്. ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്പീക്കർ വളരെ നല്ലതാണ് എന്ന് പറയാനുള്ളതല്ല ഈ വീഡിയോ. പകരം സ്പീക്കറുകളെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഈ വീഡിയോയ്ക്കുള്ളത്. സ്പീക്കറുകളെ നമുക്ക് പൊതുവെ 5 ആയിട്ട് തരംതിരിക്കാം. അതിലൊന്ന് ട്വീറ്റർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന സ്പീക്കർ, രണ്ടാമത്തേത് മിഡ് റേഞ്ച് സ്പീക്കർ, മൂന്നാമത്തേത് ഫുൾ റേഞ്ച് സ്പീക്കർ, നാലാമത്തേത് വൂഫർ സീരീസിൽ വരുന്ന സ്പീക്കർ, അഞ്ചാമത്തത് സബ് വൂഫർ സീരീസിൽ വരുന്ന സ്പീക്കറുകൾ. ഈ സ്പീക്കറുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ 5 കാറ്റഗറികളായി തരംതിരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ശബ്ദത്തെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദമെന്ന് പറയുന്നത് 20 ഹെഡ്സ് മുതൽ 20,000 കിലോ ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസിയിൽ അടങ്ങിയിരിക്കുന്ന ശബ്ദങ്ങളാണ്. ഇതിലേറ്റവും താഴെയുള്ള 20 ഹെഡ്സ് മുതൽ 250 ഹെഡ്സ് വരെയുള്ള ശബ്ദത്തെ നമ്മൾ ബേസ് എന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ ബാസ് എന്നൊക്കെ പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ശബ്ദ തരംഗങ്ങളാണ് 20 ഹെഡ്സ് മുതൽ 250 ഹെഡ്സ് വരെ ഉള്ളത്. ഇനി 250 മുകളിലോട്ട് 2 കിലോ ഹെഡ്സ് വരെയുള്ളതിനെ നമ്മൾ മിഡ് റേഞ്ച് എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോഴുള്ള ശബ്ദം, നമ്മൾ പാട്ട് പാടുമ്പോഴുള്ള ശബ്ദം, ഇതൊക്കെയാണ് നമ്മൾക്ക് ആ ഒരു റേഞ്ചിൽ കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 2 കിലോ ഹെഡ്സിന് മുകളിൽ 20 കിലോ ഹെഡ്സ് വരെയുള്ള ആ ഒരു ഫ്രീക്വൻസിയിൽ നമ്മൾ വളരെ ഷാർപ്പായിട്ടുള്ള ശബ്ദങ്ങളായിരിക്കും കേൾക്കുക. മണി കിലുക്കുന്ന ശബ്ദം, കിളികൾ ചിലയ്ക്കുന്ന ശബ്ദം, വയലിൻ്റെയൊക്കെ വളരെ ഷാർപ്പായിട്ടുള്ള ശബ്ദം, നമ്മൾ സിമ്പൽ അടിക്കുമ്പോഴുള്ള ശബ്ദം, ഇങ്ങനെയുള്ള ശബ്ദങ്ങളാണ് 2 കിലോ ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയുള്ള ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ നമ്മൾ കേൾക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ള നമ്മുടെ സംശയം, ശബ്ദത്തെ 3ആയി തരംതിരിച്ചിട്ട് സ്പീക്കറുകളെ 5ആയിട്ടാണല്ലോ തരംതിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സ്പീക്കറുകളെ 5ആയി തരംതിരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഏറ്റവും കൂടിയ ഫ്രീക്വൻസി ശബ്ദങ്ങൾ പുറത്ത് കേൾപ്പിക്കുവാനായിട്ടാണ് നമ്മൾ ട്വീറ്റർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന സ്പീക്കറുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആ തരത്തിലുള്ള വിവിധ മോഡൽ ട്വീറ്ററുകളാണ്. അതിന് തൊട്ട് താഴെ വരുന്ന മിഡ് റേഞ്ച് സ്പീക്കറുകളാകട്ടെ 280 ഹെഡ്സ് മുതൽ 2 കിലോ ഹെഡ്സ് വരെയുള്ള ശബ്ദങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. ഇവയ്ക്ക് കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഫ്രീക്വൻസി ഏകദേശം ഇതാണ്, 250 മുതൽ 2 കിലോ ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസി. അതിന് മുകളിലേക്കുള്ള ശബ്ദം നമുക്ക് ഈ മിഡ് റേഞ്ച് സ്പീക്കറുകളിൽ കാര്യമായി കേൾക്കാനായി സാധിക്കില്ല. ഇനി അതിൻ്റെ താഴേക്ക് വരുമ്പോൾ അടുത്തത് വൂഫർ സീരീസിൽ വരുന്ന സ്പീക്കറുകളാണ്. വൂഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താരതമ്യേന താഴെയുള്ള ബേസ് സൗണ്ടുകൾ കേൾപ്പിക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ നമ്മുടെ മിഡ് റേഞ്ചിൻ്റെ ഒരു കുറച്ച് ഭാഗം ശബ്ദവും ഈ വൂഫർ സീരീസിൽ വരുന്ന സ്പീക്കറുകൾക്ക് കേൾപ്പിക്കാനായിട്ട് കഴിയും. ഏകദേശം ഒരു 40 ഹെഡ്സ് മുതൽ 1000 ഹെഡ്സ് വരെയുള്ള ശബ്ദം നമുക്ക് കേൾപ്പിക്കാനായിട്ട് കഴിയുന്ന തരത്തിലുള്ള സ്പീക്കറുകളെയാണ് നമ്മൾ വൂഫർ എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫ്രീക്വൻസി റേഞ്ചുകൾ വളരെ കൃത്യമല്ല. കാരണം ഇത് ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനിയുടെ അനുസരിച്ചും ഇതിലുപയോഗിച്ചിരിക്കുന്ന കോണിൻ്റെ അനുസരിച്ചും ഇതിലുപയോഗിച്ചിരിക്കുന്ന കോയിലിൻ്റെ അനുസരിച്ചും ഒക്കെ തന്നെ ഇവിടെ ഫ്രീക്വൻസി റെസ്പോൺസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നാലും വൂഫർ സീരീസിൽ വരുന്ന സ്പീക്കറുകൾ താരതമ്യേന കൈകാര്യം ചെയ്യുന്നത് ഒരു 40 ഹെഡ്സ് മുതൽ ഒരു 1000 ഹെഡ്സ് വരെയുള്ള ശബ്ദ തരംഗങ്ങൾക്ക് ഇടയ്ക്കുള്ള ശബ്ദമാണ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവയ്ക്ക് കഴിയുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ട്വീറ്റർ എന്ന് പറയുന്ന വിഭാഗം പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നമ്മൾക്ക് ഏതാണ്ട് അപ്രാപ്യമാണ് വൂഫറിനകത്തൂടെ കേൾക്കുക. അതേപോലെ തന്നെ മിഡ് റേഞ്ചിലേക്ക് വരുന്ന കുറച്ച് ഭാഗം ശബ്ദം മാത്രമായിരിക്കും നമുക്ക് ഈ വൂഫർ സീരീസിൽ കേൾക്കുക. ഇനി അതിൻ്റെ ഏറ്റവും താഴെ വരുന്ന കാറ്റഗറിയാണ് സബ് വൂഫർ സീരീസ്. ഈ സബ് വൂഫർ സീരീസ് എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ നമ്മളെ വളരെ മനോഹരമായി കേൾപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം സ്പീക്കറുകളാണ്. അവിടെ 20 ഹെഡ്സ് മുതൽ 250 ഹെഡ്സ് വരെയുള്ള ശബ്ദ തരംഗങ്ങളാണ് വളരെ മനോഹരമായിട്ട് ഈ ഒരു സ്പീക്കർ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ 250 മുകളിലേക്ക് വരുന്ന ഒരു സൗണ്ട് നമുക്ക് കൃത്യമായി ഈ സബ് വൂഫർ സീരീസിൽ കേൾക്കുവാനായിട്ട് സാധിക്കില്ല. പക്ഷെ അത് നമുക്ക് വൂഫർ സീരീസിൽ കുറച്ചൊക്കെ കേൾക്കുവാനായിട്ടും സാധിക്കും. ഇനി ഇവിടെ നമ്മൾ പറയാത്ത ഒരാളുണ്ട്, അയാളാണ് ഫുൾ റേഞ്ച് സ്പീക്കർ. ഈ ഫുൾ റേഞ്ച് സ്പീക്കറിൻ്റെ പരിപാടി 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയുള്ള മൊത്തം ശബ്ദവും നമുക്ക് ഒരൊറ്റയാളിൽ കൂടി കേൾക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അത് നല്ല കാര്യമല്ലേ, ഈ 3 ടൈപ്പ് സ്പീക്കർ വെക്കേണ്ട കാര്യമില്ലല്ലോ, ഒറ്റയാൾ ഇതെല്ലാം കൂടെ കേൾപ്പിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും.
അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. നമ്മളൊരു വലിയ ഓഫീസിലെ ജോലി ഒരു ഒറ്റ ജോലിക്കാരനെ വെച്ച് റൺ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതിന് പകരം നമ്മളൊരു വലിയ ഓഫീസിലെ ജോലി വിവിധ ജോലിക്കാർക്ക് വീതിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അത് ചെയ്യിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായി വളരെ കൃത്യതയോടുകൂടി ഓരോ ജോലികളും കറക്റ്റായി ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കും. അതല്ലാതെ ഈ ജോലി മുഴുവൻ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാളത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ സമയത്തിനകത്ത് തീർക്കുമായിരിക്കും, പക്ഷേ അവിടെ ഒരു കൃത്യത ഉണ്ടായിരിക്കില്ല. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഫുൾ റേഞ്ച് സ്പീക്കറിൻ്റെ കാര്യം. അവൻ നമ്മളെ ഈ ശബ്ദങ്ങളെല്ലാം കേൾപ്പിക്കും, പക്ഷേ അതിലൊരു വ്യക്തതയും കൃത്യതയും ഉണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് മ്യൂസിക് ആസ്വദിച്ചാൽ മാത്രം മതിയെങ്കിൽ നമുക്ക് ഫുൾ റേഞ്ച് സ്പീക്കർ ചൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ശബ്ദം നന്നായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ മികച്ച ഒരു ഓഡിയോ എക്സ്പീരിയൻസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഫുൾ റേഞ്ച് സ്പീക്കറിൽ കൂടെ ഒരു പാട്ട് കേട്ടതുകൊണ്ട് കാര്യമില്ല. അവിടെ നമ്മൾ 3 വേ സിസ്റ്റമാണ് ഉപയോഗിക്കേണ്ടത്. ട്വീറ്റർ, മിഡ് റേഞ്ച് സ്പീക്കർ, സബ്വൂഫർ. ഇത് മൂന്നിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെങ്കിലാണ് നമുക്ക് കൃത്യമായി ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു മ്യൂസിക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകാം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ സ്പീക്കറുകളൊക്കെ പലതരത്തിലുള്ള കമ്പനികളാണ് ഉണ്ടാക്കുന്നത്. ആ കമ്പനികളുടെ പ്രത്യേകത അനുസരിച്ചും അതിലുപയോഗിച്ചിരിക്കുന്ന കോണിൻ്റെ അനുസരിച്ചും മാഗ്നറ്റിൻ്റെ അനുസരിച്ചും അതിലുപയോഗിച്ചിരിക്കുന്ന വോയിസ് കോയിലിൻ്റെ ഒക്കെ അനുസരിച്ച് ഇതിനകത്ത് ചെറിയ ചെറിയ റെസ്പോൺസ് വ്യത്യാസം ഉണ്ടാവും. സ്പീക്കറുകളെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു കമൻറ്റ് ചെയ്യുക. ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. മറ്റൊരു വിഷയം കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.